നമസ്കാരം. VMTV ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. എമ്പുരാൻ വിവാദം പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചരിത്രത്തെ വളച്ചൊടിച്ച് ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് വിവാദങ്ങൾ ഉയരുമ്പോഴും BJP നേതൃത്വം ഇതുവരെ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. വിഷയം വളരെ സജീവ ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിലും കൊണ്ടുവരുന്നുണ്ട് ഇടത് കോൺഗ്രസ് MPമാർ. എന്താണ് കാര്യത്തിൽ തങ്ങളുടെ സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. അത്ര എനിക്ക് പറയാനുള്ളൂ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. അത് വെച്ച് കഷ്ടം. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ സിനിമയുടെ കച്ചവട തന്ത്രമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു തരത്തിൽ ഇപ്പോൾ അങ്ങനെയും ചിന്തിക്കേണ്ട സാഹചര്യമാണ്. സിനിമയെ സിനിമയായി കണ്ടു തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതിലെ രാഷ്ട്രീയവും മറ്റ് സംഭവ വികാസങ്ങളെയും പല രീതിയിൽ വളച്ചൊടിക്കുന്നതാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. എമ്പുരാൻ കട്ട് ചെയ്തതിന് ശേഷമുള്ള റിലീസിംഗ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കട്ട് ചെയ്തതിനു ശേഷം എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനിൽ വരുത്തിയത് 24 വെട്ടുകൾ. പിന്നാലെ നന്ദി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ചിത്രത്തിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമം സീനുകൾ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ വെട്ടി നീക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ NIA എന്ന് പരാമർശിക്കുന്ന സീനും നീക്കം ചെയ്തു. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കി. നേരത്തെ 17 വെട്ടുകളാണ് ചിത്രത്തിൽ വരുത്തുന്നതെന്നാണ് വാർത്ത വന്നിരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ രംഗങ്ങൾ മാറ്റിയതായാണ് റീ എഡിറ്റിംഗ് സെൻസർ രേഖ വ്യക്തമാക്കുന്നത്. അതേസമയം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരുന്നു. തെറ്റുകൾ തിരുത്തുക എന്നത് ഞങ്ങളുടെ ചുമതലയാണെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ആന്റണി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. റീ എഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണെന്നും അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ലെന്നും ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. മുരളി ഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മലയാളത്തിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ കളക്ഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് എമ്പുരാൻ. ടൊവിനോ തോമസ് നായകനായ 2018 എന്ന ചിത്രത്തെ മറികടന്നാണ് എമ്പുരാന്റെ നേട്ടം. 175.4 കോടിയായിരുന്നു 2018 ലൈഫ് ടൈം ബോക്സ് ഓഫീസ് നേട്ടം. വെറും 5 ദിനങ്ങൾ കൊണ്ടാണ് എമ്പുരാൻ ഇതിനെ മറികടന്നിരിക്കുന്നത്. ഒപ്പം 200 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഔദ്യോഗികമായി തന്നെ അണിയറക്കാർ ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ മോഹൻലാലിന്റെ ആദ്യ 200 കോടി ക്ലബ്ബ് ചിത്രവുമാണിത്. ബിഗ് ബ്രേക്കിംഗ് അവസാനിക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.